ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, ഏലിയാസ് ലീവ മൂശാ കാലത്തിലെ 8ാമത്തെ ആഴ്ചയിലേക്ക് തിരുസഭയാകുന്ന അമ്മ നമ്മുടെ കരം പിടിച്ച് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഇന്നേ ദിവസം വിചിന്തനത്തിനായി തിരുസഭയാകുന്ന അമ്മ നമുക്ക് നൽകിയിരിക്കുന്ന സുന്ദരമായ വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 23 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സദുക്കായർ എന്നൊരു വിഭാഗം ഈശോയെ വാക്കിൽ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു ഉദാഹരണവുമായി വന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഈശോ അതിന് വളരെ സുന്ദരമായ ഉത്തരങ്ങൾ നൽകി നിത്യജീവനെ കുറിച്ചുള്ള സനാതന സത്യങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളാക്കി ഈശോ മാറ്റുന്നു. ഈ സദുക്കായർ എന്ന വിഭാഗത്തെ കുറിച്ച് നമുക്ക് പരിചയമുണ്ടായിരിക്കാം. BC 597 ജെറുസലേം ദേവാലയം ആദ്യം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ഇസ്രായേലിൽ രൂപപ്പെട്ട വളരെ പ്രബലമായ ഒരു വിഭാഗമാണ് സദുക്കായർ എന്നുള്ളത്. സാദോക്ക് എന്ന ഒരു പുരോഹിതന്റെ അനുയായികളായിട്ടാണ് ഇവർ വരുന്നത്. തോറായിൽ മാത്രം വിശ്വസിക്കുകയും നിത്യജീവനിലുള്ള വിശ്വാസം ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സദുക്കായ വിഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമ്മളോട് ധാരാളം കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് എങ്കിലും ഒരു 3 ആശയങ്ങൾ വചനം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഒന്നാമതായി ഇന്നത്തെ സുവിശേഷം നമ്മളോട് സംവദിക്കുന്ന വളരെ ശക്തമായ സുന്ദരമായ സന്ദേശം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരോടും സുതാര്യതയോടെ നിഷ്കളങ്കമായി നമുക്ക് ഇടപെടാൻ സാധിക്കണമെന്നുള്ളതാണ്. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ഈ സദുക്കായർ ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇവർ ഈ വ്യത്യസ്തങ്ങളായ ചില ഉദാഹരണങ്ങളൊക്കെ അവതരിപ്പിച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അവരുടെ സംശയം ദൂരീകരിക്കുകയോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം. മറിച്ച് ഈശോയെ വാക്കിൽ കൊടുക്കണം, ജനങ്ങളെ ഇവന് നേരെ തിരിക്കണം, ഇവന്റെ നാവിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടി അത് അവനെതിരെ പ്രയോഗിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ മനസ്സിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ സദുക്കായരുടെ മനോഭാവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ഇടപെടലുകളിലൊക്കെ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഈശോ ആഗ്രഹിക്കുന്ന വളരെ ശക്തമായ ഒരു പുണ്യമാണ്. നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളിലെ ചില സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഇപ്രകാരത്തിലുള്ള മനോഭാവമുള്ളവർ ഇന്നും വളരെ ശക്തമായി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് വളരെ വിവാദമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ നോക്കുമ്പോഴും ചില രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കളൊക്കെയും അതിന് ഇപ്രകാരം ഒരു ഉദ്ദേശത്തോടു കൂടി ദുർവിനിയോഗം ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടെ നിൽക്കട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകളിലും നമ്മുടെ ഓരോരുത്തരുടെയും ബന്ധങ്ങളിലും ഒക്കെ സുതാര്യമായി നമുക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരോട് കപടത വെച്ചുകൊണ്ട് മറ്റുള്ളവരെ അവരുടെ വായിൽ നിന്ന് അവരുടെ ഇടപെടലുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീണ് കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെ ഇടപെടുന്ന ശൈലി നമ്മുടെ ഭാഗത്തുണ്ട് എങ്കിൽ അത് തിരുത്താനായി നമുക്ക് സാധിക്കണമെന്ന്, അതിന് നമ്മൾ തയ്യാറാകണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളോട് വളരെ ശക്തമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടപെടലുകൾ സുതാര്യമാകട്ടെ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ തിരുനാൾ ആഘോഷിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു വാചകം ഇപ്രകാരമാണ്: ദ അൾട്ടിമേറ്റ് ടെസ്റ്റ് ഓഫ് യുവർ ഗ്രേറ്റ്നെസ് ഈസ് ദ വേ യു ട്രീറ്റ് അതർ ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ നിർണ്ണയിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് മറ്റു മനുഷ്യരെ പരിഗണിക്കുന്നത് എന്നതിനനുസരിച്ചാണ് എന്ന് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഈശോയുടെ മനസ്സോടുകൂടി എല്ലാവരോടും ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായി ഇന്നത്തെ സുവിശേഷം നമ്മളോട് സംവദിക്കുന്ന വളരെ ശക്തമായ സന്ദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള അവഗാഹത്തിൽ ആഴപ്പെടണമെന്നും ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്തിൽ നമ്മൾ ദൃഢപ്പെടണം എന്നുള്ളതുമാണ്. കാരണം സദുക്കായരോട് ഈശോ പറയുന്ന ഒരു വാചകം ഇപ്രകാരമാണ്: വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചോ നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ഇന്ന് പല അബദ്ധധാരണകളുടെയും പിന്നാലെ പോകുന്നതിനും കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനും സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നതിനുമൊക്കെ അടിസ്ഥാനപരമായ കാരണം ഈ ദൈവവചനത്തെ കുറിച്ചുള്ളൊരു അവഗാഹമില്ലായ്മയാണ്. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചൊരു ബോധ്യമില്ലായ്മയാണ്. ദൈവവചനത്തിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ആഴപ്പെടാം. വിശുദ്ധ ജെറോം ഇപ്രകാരം പറയും: ദ ഇഗ്നറൻസ് ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ദ ഇഗ്നറൻസ് ഓഫ് ദ ക്രൈസ്റ്റ് ഹിംസെൽഫ്. വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ച് തന്നെയുള്ള അജ്ഞതയാണ്. ഒരു തവണയെങ്കിലും വചനം മുഴുവൻ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നിരാശയാണ് ഉത്തരം. ഒരു തവണയെങ്കിലും മനസ്സിരുത്തി സുവിശേഷം പൂർണ്ണമായിട്ടും വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഇല്ല എന്നുള്ളതാണ് മറുപടി. ദൈവവചനത്തിൽ എത്ര കണ്ട് ആഴപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളുടെയും നിരാശയുടെയും ഒക്കെ മധ്യത്തിൽ, ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ദൈവവചനത്തിൽ നിന്ന് ശക്തി സംഭരിക്കാൻ എത്രമാത്രം നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ സുവിശേഷത്തെ മുൻനിർത്തി നമ്മൾ ആത്മശോധന ചെയ്യേണ്ട വളരെ ശക്തമായ ഒരു കാര്യമാണ്. വെളിപാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും:
ഈ പ്രവചന ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുന്നവരും അത് ശ്രവിക്കുന്നവരും അത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. ദൈവവചനത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ധന്യമാക്കി തീർക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം. നിക്ക് വ്യുജീസിച്ച് എന്ന് പറയുന്ന 2 കൈകളും 2 കാലുകളും ഇല്ലാത്ത മനുഷ്യനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ കഥകളൊക്കെ പലപ്പോഴും നമ്മൾ പലയിടങ്ങളിലായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം. ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പരസഹായം വേണ്ട തന്റെ ജീവിതാവസ്ഥയെക്കുറിച്ച്, താൻ അപ്രകാരമൊക്കെ ചിന്തിച്ചിരുന്ന നിരാശപ്പെട്ട അനുഭവങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദൈവവചനം തന്റെ ജീവിതത്തെ പ്രത്യാശയോടെ എങ്ങനെ നോക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അനേകരെ തൊട്ടതിന്റെ ചരിത്രം ഈ വിശുദ്ധ ഗ്രന്ഥത്തിന് പറയാനുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ഒരു സ്നേഹവും ബന്ധവും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ, ദൈവവചനം നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചത് വളരെ സന്തോഷം നിറഞ്ഞൊരു അനുഭവം ഇപ്രകാരമാണ്. എങ്ങോട്ട് പോകാൻ ഇറങ്ങിയാലും ബൈബിൾ വായിച്ചിട്ട് അത് എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കിയിട്ടേ ഞാൻ ഇറങ്ങാറുള്ളൂ. മറ്റൊരാൾ എന്നോട് പറഞ്ഞാണ്, ഞാൻ ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് 91 സങ്കീർത്തനം എല്ലാ ദിവസവും വായിച്ചിട്ടാണ് ഇറങ്ങുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികളിലും ഉത്തരം കിട്ടാത്ത അനുഭവങ്ങളിലും ജീവിതത്തിൽ ഇങ്ങനെ വിഷമതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവവചനം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കുറെ കൂടെ കൃപയുള്ളതാക്കി തീർക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 23 സങ്കീർത്തനം. അതിന്റെ 4-ാം വാക്യം വളരെ ഹൃദ്യമാണ്. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതായത് ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളൊക്കെ ഉണ്ടെങ്കിലും മരണത്തിന്റെ നിഴൽ വീണ താഴ്വര, അത്യന്തം ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എന്റെ കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഒട്ടും ഭയപ്പെടുകയില്ല. എന്നെ വളരെ ബലപ്പെടുത്തിയ ഒരു വചനമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളിലൊക്കെ എനിക്ക് ശക്തി പകർന്നൊരു വചനമാണ്. വചനം നമ്മളെ സൗഖ്യപ്പെടുത്തും, വിശദീകരിക്കും, ശക്തിപ്പെടുത്തും. ഈ ദൈവവചനത്തിലുള്ള അവഗാഹത്തിൽ നമുക്ക് ആഴപ്പെടാം. ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ നമുക്ക് വളരാം. മൂന്നാമതായി ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന വളരെ കാതലായ സന്ദേശം എന്ന് പറയുന്നത് അത് നിത്യജീവനെ കുറിച്ചുള്ള സുന്ദരമായ സന്ദേശമാണ്. അതായത് നമ്മൾ ഈ ലോകം കൊണ്ട് ജീവിച്ചു തീരേണ്ടവരല്ല, ഒരു നിത്യജീവൻ നമുക്കുണ്ട് എന്നൊരു ഉറപ്പ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് നൽകുകയാണ്. ഞാൻ അബ്രാഹത്തിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോവിന്റെ ദൈവമാണ്. ഞാൻ ജീവിക്കുന്നവരുടെ ദൈവമാണ്, മരിച്ചവരുടെ ദൈവമല്ല. മാനുഷികമായി അബ്രാഹവും ഇസ്ഹാക്കും യാക്കോബും മറ്റു പിതാക്കന്മാരും ഒക്കെ മരിച്ചുപോയി. പക്ഷേ അവരിന്നും ജീവിക്കുന്നു എന്ന് ഈശോ ഇങ്ങനെ അടിവരയിട്ട് പറയുകയാണ്. ഞാൻ മരിച്ചവരുടെ ദൈവമല്ല, മറിച്ച് ഇന്നും ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമുക്കൊരു നിത്യജീവൻ ഉണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കാനും നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ അർത്ഥപൂർണമായി ജീവിക്കാനും നമുക്ക് ശ്രമിക്കാം. ഈ ലോകത്തിന്റെ സുഖങ്ങളുടെ പിന്നാലെ, നേട്ടങ്ങളുടെ പിന്നാലെ ഓടാതെ ഒരു നിത്യജീവൻ എനിക്ക് സ്വന്തമാക്കണം എന്നുള്ളൊരു ബോധ്യത്തോടും ആ ഒരു നിശ്ചയദാർഢ്യത്തോടും കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത്. മെർലിൻ മൺറോ എന്ന് പറയുന്ന നടിയെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു. സമ്പത്തിന് എന്തായിരുന്നു കുറവുണ്ടായിരുന്നത്? സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ എന്താണ് കുറവുണ്ടായിരുന്നത്? പക്ഷെ ഒരു ദിവസത്തിൽ തന്റെ ജീവിതത്തെ ആത്മഹത്യയുടെ വക്കിൽ കൊണ്ടുവച്ചിട്ട് ജീവിതം അവസാനിപ്പിക്കുകയാണ് ഈ പെൺകുട്ടി. ഇതുപോലെ ഒട്ടനേകം സംഭവങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ എന്തൊക്കെ നേടിയിട്ടും ജീവിതത്തിൽ ഒരു നിരാശ അവസാനിക്കുന്നു, ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ലായ്മ അവശേഷിക്കുന്നു. ഒരു നിത്യജീവനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്തവരുടെ ജീവിതങ്ങളിലെല്ലാം ഇപ്രകാരം ഒരു നിരാശയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. എനിക്കൊരു ദൈവമുണ്ട് എന്നും ആ ദൈവം നിത്യജീവനിലേക്കാണ് എന്നെ ക്ഷണിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ കുറെ കൂടി പ്രത്യാശയോടെ ഏറ്റെടുക്കാനും നമ്മുടെ ജീവിതം കുറെ കൂടെ അർത്ഥപൂർണമായി തീർക്കാനും നമുക്ക് സാധിക്കുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. എല്ലാവർക്കും അനുഗ്രഹപ്രദമായ കൃപ നിറഞ്ഞ ഒരു ആഴ്ച ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.